ഉപ്പയാരെന്ന് തിരിച്ചറിയണം ചെറുപ്പക്കാരാ. ഉപ്പാടെ മഹത്വം എന്തെന്നറിയോ? ഉമ്മാടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്. ഉമ്മാടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്. നമ്മുടെ വാപ്പയാരെന്നറിയോ? സ്വർഗത്തിന്റെ മധ്യ കവാടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന വാപ്പ വാതനാടാ. വാപ്പ എന്ന വാതലില്ലാതെ സ്വർഗമില്ലല്ലോ. അതുകൊണ്ട് ഉപ്പ നമ്മളെ തല്ലിയിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വഴക്കും തല്ലലൊക്കെ ഇല്ലാതിരുന്നെങ്കിൽ ഞാനും നിങ്ങളൊക്കെ ആരാകുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇന്ന് വഴുത കേൾക്കാമെന്നവരെ, അള്ളാഹു നിങ്ങൾക്ക് ആയുസ് തന്ന നാളെ രോഗം പിടിച്ച് കിടക്കുന്ന വീടിനകത്ത് കിടക്കുന്ന ഉപ്പയുടെ ചാരത്ത് ഉമ്മയുടെ ചാരത്തൊന്നു പോകണേ. എന്നിട്ട് അവരോട് ചോദിക്കണം, ഭക്ഷണപാത്രവുമായി റൂമിൽ കിടക്കുന്ന ഉപ്പാന്റെ ചാരത്തുമ്മയുടെ ചാരത്തൊന്നു ചെല്ലണേ. പടച്ചവനെ, ഭാര്യയ്ക്ക് വാരിക്കൊടുക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഭാര്യയാരാ ഉമ്മയാരാ പഠിക്കണം ചെറുപ്പക്കാരാ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടക്കുന്ന അവസ്ഥയിൽ വാപ്പ കടന്നാലും ഉമ്മ കടന്നാലും, മോനെ 11 മണിയായി 12 മണിയായി, നീ വീട്ടിൽ ചെല്ലാ താമസിച്ചാ നിന്റെ ഭാര്യയും നിന്റെ മക്കളും ഉറങ്ങും. പക്ഷേ രോഗം പിടിച്ച് കിടക്കുന്ന ഉപ്പ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, എന്റെ മോൻ വന്നില്ലേ, എന്റെ മോൻ വന്നില്ലേ? പടച്ചവനെ, അവരുറങ്ങാറില്ലല്ലോ. മോനെ, നമ്മളെ ലോകത്ത് മോനെ എന്ന് വിളിക്കുന്ന രണ്ട് പേരേ ഉള്ളൂ. നമ്മളെ മോനെ എന്ന് വിളിക്കുന്ന 2 പേരേ ഉള്ളൂ. അത് നമ്മുടെ ഉപ്പയും ഉമ്മയുമാണ്. അവര് വിളിക്കുമ്പോ കിട്ടുന്ന ഒരാനന്ദം ലോകത്താര് വിളിച്ചാലും കിട്ടില്ലടോ. ആ പാവപ്പെട്ട ഉമ്മയും ഉപ്പയും നിനക്കുണ്ടായിട്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ പാവങ്ങളുടെ വായിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ഒരുള്ള ഭക്ഷണമെങ്കിലും നിനക്ക് വാരിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നഷ്ടവാളി നീയല്ലേ സഹോദരാ. വാപ്പാ, നീ ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കു വാപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീയും ഒരു ഉമ്മയാണല്ലോ. മഹാനായ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, തന്റെ ഉമ്മയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്കുമായിരുന്നു. രണ്ടാമത്തെ നന്മ എന്തെന്നറിയോ? ഉമ്മാടെ മുമ്പില് ശബ്ദമുയർത്തില്ല, ഉമ്മാന്റെ മുമ്പില് ശബ്ദമുയർത്തില്ല. പടച്ചവനെ, ഇന്നൊക്കെ നമ്മൾ നല്ല നിലയിലായപ്പോ പടച്ചവനെ, മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ?